ഇപ്പോൾ 2 മാസത്തെ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിലോട്ട് പോകാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ പുതിയതായിട്ട് സ്കൂളിൽ ചേരുന്ന കുട്ടികൾക്കും പിന്നെ അതുപോലെ തന്നെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ പുതിയ ക്ലാസ്സിലേക്ക് ചേരാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ ആശംസകൾ. ഞാൻ മിക്കപ്പോഴും വണ്ടികളൊക്കെ ഓടിച്ചു പോകുന്ന സമയത്ത് കാണാറുണ്ട്, കൂടുതലും നടന്നു പോണ കുട്ടികൾ വഴിയിൽ കാണാറുണ്ട്, കുഞ്ഞുങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് തന്നെ ഒരു കുഞ്ഞിക്കുട്ടീനെയൊക്കെ അമ്മമാരൊക്കെ നടന്നു പോകുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ വഴിയുടെ അരികു ചേർന്നിട്ട് കുട്ടികളെ പിടിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മളൊക്കെ വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ പരമാവധി ഇപ്പോൾ 4 മണിയൊക്കെ ആയാലും ഇപ്പോൾ ചിലപ്പോൾ കുട്ടികളൊക്കെ കൈയൊക്കെ വിട്ടിട്ട് ഓടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. 4 മണി സമയവും പിന്നെ അതേപോലെ തന്നെ രാവിലെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക. മഴ സമയമൊക്കെയാണ്, അപ്പോൾ ചിലപ്പോൾ നമ്മുടെ റൂട്ടിലൊക്കെ ഇപ്പോൾ പൈപ്പ് ലൈനൊക്കെ ഇട്ടേക്കണോണ്ട്, പൈപ്പിൻ്റെ കുഴികളൊക്കെ ഇട്ടേക്കണോണ്ട് ഒരുപാട് സ്ഥലത്ത് വെള്ളക്കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ പെട്ടെന്നായിരിക്കും. കട്ട്ര എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പം മഴയൊക്കെ ഉള്ള സമയത്ത് ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ചെളിയൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെള്ളമൊക്കെ തിളങ്ങിയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം കാണുകയാണെന്നുണ്ടെങ്കിൽ പരമാവധി സാവധാനത്തിൽ വണ്ടി ഓടിച്ച് പോകാനായിട്ട് ശ്രമിക്കുക. കാരണം ചിലപ്പോൾ രാവിലെയും അല്ലെങ്കിൽ വൈകിട്ടൊക്കെ പിള്ളേർ നടന്നു പോകുന്ന സമയത്ത് അവരുടെ ഡ്രസ്സിലേക്ക് ചിലപ്പോൾ അറിയാതെ വെള്ളം തെറിക്കാനായിട്ട് സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. പുതിയതായിട്ട് അധ്യയന വർഷത്തിലേക്ക് കിടക്കുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ ആശംസകൾ.